ഹലോ വെൽക്കം ബാക്ക് മിസ് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാച്ച് സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ഇപ്പോൾ കാണുക. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വില്ലേജ്, പിന്നെ നമ്മളെവിടെയാണ് ഇവിടെ എത്തിയത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രിയോസ് എല്ലാം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മേളിലത്തെ നില കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രിയോസ് കാണിച്ചിട്ടുണ്ടായി, കുറേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായി. ഇതാണ് അയ്യോ അടിയിലാണ് സോംബിയുടെ കേട്ടോ. സോംബിയൊക്കെ എവിടെയാണോ ചത്തില്ലൊന്നും, രാവിലെ ആകുമ്പോൾ ചാകണ്ടതാണല്ലേ. നമ്മൾ ഓൾറെഡി നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ പോകണത് എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഇനി എന്താ, ഇനി നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ മൈൻ ചെയ്ത് അടിയിലേക്ക് പോകണം. അതിന് ഇവിടെ എവിടെയെങ്കിലും മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുണ്ട് അങ്ങോട്ട് പോവാം. അയ്യോ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. നമുക്ക് വെള്ളം വേണം. അപ്പം നമ്മൾ ഓൾറെഡി ഒരു വെള്ളം ഉണ്ട്, വെള്ളത്തിന് ബക്കറ്റ് ഉണ്ട് നമ്മുടെ. ഓക്കെ, ബക്കറ്റ് ഉണ്ട്. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് കുതിരയൊന്നും സെറ്റായിട്ടില്ല. കുതിര എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഉറപ്പ്. ആ സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി അങ്ങോട്ട് പോകണം. ബോട്ടിൽ കയറി പോയിട്ട് വേണം കുതിരനെ കൊണ്ട് തന്നെ. അപ്പോൾ എന്താ വീടുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഒരു ഇത് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരിക്കണല്ലോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രിയാണെങ്കിലും ഇത് വേണം കേട്ടോ. സ്ഥലമില്ല കേട്ടോ തൽക്കാലത്തേക്ക്. ഇത് വേണ്ട, ഇപ്പം വേണ്ട ആവശ്യമുണ്ടോ? ഇത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണ്ട, ഇത് മതി. ഓക്കെ, ഇനി വേറെ വേണ്ടാത്തെന്ന് പറയുമ്പോൾ മുട്ട വേണ്ട, ഇത് വേണ്ട. നമുക്ക് ബക്കറ്റ് ഉണ്ട്, ബക്കറ്റ് വഴി നമുക്ക് വെള്ളം എടുക്കാം. പിന്നെ പറയുമ്പോൾ ഇത് ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമുക്കൊരു പട്ടിക്കുട്ടീനെ വേണം. പിന്നെന്ന് പറയുമ്പോൾ ഒരു കുതിരേനെ വേണം, പട്ടിക്കുട്ടീനെ വേണം. വേറെ ഒന്നും വേണ്ട, എല്ലാം സെറ്റാണ് ഡേയ്സ്. നമ്മുടെ ഫാമിംഗ് ഒന്നും ശരിയായിട്ടില്ല. ഓക്കെ, ഇവിടെയൊക്കെ മൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇവിടെയൊക്കെ മൈൻ ചെയ്യണം. കണ്ടാ, ഇതൊക്കെ കണ്ടോ, കോളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് മൈൻ ചെയ്തതിന് അപ്പുറത്തെ ഗുഹയുണ്ട് കേട്ടോ. ഗുഹ വഴിയൊക്കെ പോകും നമ്മൾ. പക്ഷെ പോയിക്കാൻ്റെ ചട്ടിയാണ്. ഇതൊന്നും മൈൻ ചെയ്തതിന് മേളിലേക്ക് പോകും. മൈൻ ചെയ്യല്ല, അവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കണം. ഇതെങ്ങനെ വെള്ളം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ബക്കറ്റിൽ തന്നെ യൂസ് ചെയ്യാറില്ല. എടുത്തിടനെ വെള്ളം കിട്ടി. ഇനി നമുക്ക് കുതിരേനാണോ ഇതോടെ വെക്കും. നമുക്ക് ഈ നമ്മുടെ മൈൻ ചെയ്ത് അടിയിലേക്ക് പോകണമല്ലോ. ഇന്നെന്തോ ഒരു പോർട്ടൽ എന്താ പോർട്ടലിൻ്റെ പേര് ഞാൻ വന്നു ഓർമ്മയുണ്ട്. നമുക്ക് ആ പോർട്ടൽ അറിയാമല്ലോ. നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണം. വേറെ സ്ഥലത്തേക്ക് പോകണ ഒരു പോർട്ടലില്ല. ആ പോർട്ടൽ ഉണ്ടാക്കണ സാധനം വേണം. അതിനു വേണ്ടി നമ്മൾ ലാവേ പോകണം. ലാവേ നമ്മൾ ഇങ്ങോട്ടാണ് പോയച്ചത്. അങ്ങോട്ട് പോയാലും കിട്ടും. അങ്ങോട്ട് നോക്കാം. അവിടെയായിട്ടാണ് കുതിരകളുള്ളൂ. ഞാൻ കണ്ടായിരുന്നു എന്തോ കാര്യത്തിന് അങ്ങോട്ടൊക്കെ പോയപ്പോൾ കുതിരയെ കണ്ടു. എവിടെയാണ് ഈ ഐലൻഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഐലൻഡ് വരെ ഉണ്ട്. അയ്യോ ഇതാണ് ഐലൻഡ്. ഇവിടെ ലാവയുണ്ട്. ശരിയായല്ല. ശേ, എന്ത് ചെയ്യും? നമ്മുടെ ബെഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ സോംബികൾ വരുവാന്ന് നോക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ലാവ നമുക്കൊരു കാര്യം ചെയ്ത് ലാവ മറ്റേ ഈ സാധനമില്ല, അങ്ങനെ ആക്കണേന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല ശരിക്കും. ഈ ലാവയെ കൊണ്ട സ്ഥലമുണ്ടോ? 2 ബോട്ടാണ്. 2 ശബ്ദം എന്താ? മറ്റേ മണ്ണ കണ്ട ഐസ്. നമുക്ക് നമ്മുടെ ആ വീട് നിൽക്കണ എവിടെയാണെന്ന് നമുക്ക് ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. കണ്ട അവയിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ പോർട്ടൽ തുറക്കണ സാധനമാകുമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെയാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. കുടിച്ച് നോക്കാം. ഇത് കണ്ട ഇത് കണ്ട, അത് നീലതാനം കണ്ട. വെള്ളം തീർന്നു. ഓക്കേ, നമുക്ക് മറ്റേ സാധനം കിട്ടിയെന്നാണ്. അയ്യോ വെള്ളം തീർന്നു. നമുക്ക് വഴി കൊടുക്കാം. അപ്പോൾ വെള്ളം പോയാലും നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. മൈൻഡയുടെ സാധനം സ്കെൽട്ടൺ ഉണ്ടോ? സ്കെൽട്ടൺ കണ്ടില്ല കേട്ടോ നമ്മളാ.
പൊളിക്കാം. അത് പൊളിക്കാൻ വേറെന്താ സാധനം ഉണ്ടെന്ന്. നമുക്ക് ഇവന്മാരെ കടിക്കാൻ കത്തി വേണം. സ്കെൽട്ടണപ്പോൾ അടിച്ചു നോക്കിയാലോ. സ്കെൽട്ടൻ്റെ കയ്യിൽ അമ്പും വില്ലുണ്ട് കേട്ടോ. ചത്ത നമുക്ക് രണ്ടമ്പും കിട്ടിട്ടാ. അയ്യോ കിട്ടിയില്ലേ? കിട്ടിയെന്ന് തോന്നുന്നു. ആ കിട്ടി. നമ്മൾ ബോ ഉണ്ടാക്കണം. ബോ മസ്റ്റാണ്. എൻ്റെ കിട്ടോ? നമ്മുടെ വീടെന്താ? വീടവിടെ. ഓ ഷീൽഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ മറ്റേ മനസ്സിലായി. നമ്മുടെ വില്ലേജിൻ്റെ അവിടെ ആയിട്ടൊരു മൈൻ ചെയ്ത് അടിയിലേക്ക് പോകാൻ പറ്റണ അടിയിലേക്ക് പോകാൻ പറ്റണ ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. ബാക്ക് 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 ബാക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വില്ലേജ് എത്താം. മനസ്സിലായോ? ഇത് വേണ്ടല്ലോ തുടക്കണേ. എങ്ങനെയാണ് ഷീൽഡ് ഉപയോഗിക്കണം? പക്ഷേ നേരത്തെ തന്നെ ഷീൽഡ് ഉപയോഗിച്ചില്ല. നമുക്ക് തരി ലൈഫില്ല കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. കുതിരനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുതിരനെ ഒപ്പിച്ചില്ല. നമുക്ക് മേളിൽ നിന്നൊരു ബെഡ് എടുത്തിട്ട് വരാമായിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. അപ്പോൾ രാത്രിയാക്കാം. രാത്രി രാവിലെ ആക്കാം. ബെഡുണ്ടോ? ബെഡില്ല. നമ്മുടെ കയ്യിൽ ഒരു ബെഡ് ഉണ്ടായിരുന്നു. ഓ അതാണ് നമ്മൾ ട്രീ ഹൗസിൽ കൊണ്ടുവച്ചേക്കണം. മേളിൽ വല്ല ബെഡും വെച്ചിട്ടുണ്ടോ? ഇല്ല, മേളിൽ ബെഡില്ല. അങ്ങനെയാണ് നമുക്ക്. പക്ഷേ ഇപ്പോൾ രാത്രിയാണ്. നമ്മുടെ വില്ലേജറിൻ്റെ വീട്ടിൽ പോയിട്ട് ഡോറ് അല്ല പക്ഷേ ബെഡ് മാറ്റാം. ഓ ഇവന്മാർ ശബ്ദം കേട്ടാലും വരും. വന്നു വെളിയിൽ കൂടി പോവാം. അങ്ങനെയാണ് ഇവന്മാർ കാണത്തില്ല. വെളിയിൽ കൂടി പോയാലും കാണത്തില്ലെന്നല്ല. ഇവിടെ കൂടി പോകണമെങ്കിൽ ഇവന്മാർ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫുണ്ട് എൻ്റെ മേലുണ്ടായിരുന്നു. പോയാ അതെ നമ്മളെ കണ്ട്. നമുക്ക് കറങ്ങിപ്പോവാം. പക്ഷെ കറങ്ങിപ്പോയാണെങ്കിലും ചാടിയാലാ വേണ്ട. ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അയ്യോ ഇവിടെ കോണി ഉണ്ടാവും കേട്ടോ. പുതിയൊരു നല്ലൊരു ആർമർ ഉണ്ടാക്കണം. എൻ്റെ വേറെ എന്തോ ആർമർ ഉണ്ടാക്കണ സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഇച്ചിരി ഉണ്ടാകും. ഞാൻ കണ്ടതൊരു സ്കെൽട്ടണ്. ഒയ്യോ ഞാനിവനെ കൊന്നായിരുന്നല്ല. പിന്നെ വന്നാ ദേഷ്യത്തിലാണോ? അടിച്ച് ഇവനെ കൊല്ലാൻ ഈസി ആയിരുന്നു. നമുക്കറിയാലോ. സോംബി വില്ലേജർ മണ്ടന്മാരെ പറ്റിക്കാം. ഈസി പറ്റിക്കാം. അവിടെ സമയം ഇറങ്ങിപ്പോ. ബെഡ് നാളെ കൊണ്ടുതരാം. ഓ അയ്യോ ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. സീനൊന്നും ബെഡ് നാളത്തെ കൊണ്ടുതരാം. ബായ്. വില്ലേജർ സോംബി വില്ലേജർ ഉണ്ടാവില്ല. പുള്ളിക്കാരനൊക്കെ കണ്ട മുട്ടാ. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ പോകാനിപ്പോൾ. ഇപ്പോൾ നമുക്ക് പോകണ്ടേ? ഇപ്പോൾ സാധനങ്ങളെല്ലാം സെറ്റ്. ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുതിരേനെ കൊണ്ടുവരാം. പക്ഷേ എനിക്ക് ഈ കുതിരേനെ വേണം, പിന്നെ പട്ടീനെ വേണം, 2-3 പേരെ വേണം. കുതിരേനെ വേണമായിരുന്നു. നമുക്ക് ഇതിന് വേണ്ടാത്ത സാധനം എന്ന് പറഞ്ഞത് അമ്പൊമ്പിലിപ്പോൾ വേണ്ട. റോപ്പ് വേണം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഇതുണ്ട്. ഇപ്പോൾ ഇത് വേണ്ട. ഫ്ലവറൊക്കെ എന്തിനാണോ കയറ്റി വെച്ചേക്കണം? ഇതിപ്പോൾ വേണ്ട. പിന്നെ വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ഇപ്പോൾ ആവശ്യം ഇത് വേണ്ട. ഓക്കെ ഇപ്പോൾ സ്ഥലം ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെറ്റാണ്. ഈ മണ്ണ് എന്തിനാ? മണ്ണ് വേണ്ട. ഈ മണ്ണ് വെച്ച് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കി പോഷൻ ഉണ്ടാക്കാൻ പറ്റും. ഗ്ലാസ് മറ്റേ ഇത് ഉണ്ടാക്കിയാലോ നമ്മൾക്കറിയാലോ.
മണ്ണിരിക്കട്ടെ ഇവിടെ ആവശ്യം വരും. പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോൾ ഇത് വേണ്ട ഇപ്പം. ഇത് വേണം, ഇത് വേണ്ട. ഇതിപ്പോൾ വേണ്ടി വരുമെങ്കിലാ ഇരിക്കട്ടെ. എല്ലാം നമ്മുടെ ഇതിലൊരു ആവശ്യമായിട്ടിരിക്കണം. ഇപ്പം എല്ലാം സെറ്റല്ലേ? ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചിപ്പോൾ നമ്മുടെ എവിടെ നമുക്ക് കുതിരേനെ കൊണ്ടുവരാൻ പോകാം. അയ്യോ, നമ്മൾ ബാക്ക് യാർഡ് സെറ്റാക്കിയില്ല. നമുക്ക് ഒരു എന്താ ഇതുപോലെ ഇങ്ങനെ കുതിരേനെ ഇടാൻ വേണ്ടിയുള്ള സാധനം സെറ്റാക്കണ്ടേ? അത് സെറ്റാക്കണേ. ഞാൻ സെറ്റാക്കിയതാണ് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞേ. ക്രീപ്പർ വന്നിട്ട് നമ്മുടെ അവിടെ ഫുൾ അടിച്ച് വിളിച്ചോളാം. നമുക്ക് ഇത് വെച്ചാണ് നമുക്ക് ഇതിൻ്റെ വേറെ ഏതൊരു സാധനം വെച്ചാണ് ഞാൻ ആർമർ ഉണ്ടാക്കിയത്. വേറെ എന്ത് കളറുള്ള അതിൻ്റെ രണ്ടെണ്ണം ഹീറ്റാക്കിയിട്ട് ഇങ്ങനെ അതൊക്കെ ചെയ്തു. ഹീറ്റാക്കി അതിൻ്റെ ഒരു കട്ട പോലത്തെ സാധനം കിട്ടും. അവിടെ കടങ്ങിക്കണം. ഈ വഴി നല്ല രണ്ട് വഴിയും സെയിമൊക്കെ തന്നെയാണ്. ആ വഴി വേണം നമ്മുടെ വീട് നമുക്ക് ചെറുതായിട്ടെങ്കിലും കാണാം. എന്താ മറ്റേ കുറെ പംകിൻ ഉണ്ട് കേട്ടാ. ശേ, ഈ ഐലൻഡ് നമുക്ക് വേണേൽ സ്വന്തം ആക്കായിരുന്നു. ഈ ഐലൻഡിൻ്റെ അണ്ടർഗ്രൗണ്ട് പറയുമ്പോൾ അല്ലേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഐലൻഡ് വേണേൽ നമുക്ക് സ്വന്തം ആക്കായിരുന്നു. നമ്മൾ കഴിഞ്ഞോട്ട് എന്താണൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞോട്ട് നമ്മൾ അവിടെ നിന്ന് കറങ്ങിയാണ്. ഇവട്ടെ നമ്മൾ ഈ ഇടവഴിയാണ്. അവിടെ ഒരു മൈനിങ് ഉണ്ട് കേട്ടോ. നമുക്ക് കുതിരേനെ കുതിരേനെ കൊണ്ട് വീട്ടിൽ കെട്ടിയിട്ടിട്ട് നമുക്ക് മൈൻ ചെയ്തിട്ട് പോവാം. മൈൻ ചെയ്യാൻ പോവാം. കുതിരകൾ എവിടെയാണ് ഉണ്ട്. അല്ലത് കുതിരയല്ല. ഈ സ്ഥലത്താണ് ഞാൻ കുതിരകളെ കണ്ടത്. എന്താ കുറേ കുതിര. യെസ്, നമുക്ക് സെലക്ട് ചെയ്തെടുക്കായിരുന്നു. യെസ്, കറുത്ത കുതിര കൊള്ളാമല്ലേ? മതി. വേറെ ഒരാൾ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കാം. നമുക്ക് വൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ആരുമില്ല. അവനെ കൊള്ളാം. പക്ഷെ നമുക്ക് ബ്ലാക്ക് മതി. ഒരു 5-6 മൈനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മൈൻ ചെയ്തിട്ടുണ്ട്. കറണ്ട് വില്ലേജറായിരിക്കും. അയ്യോ, സെറ്റാക്കി വെറുതെ കൊണ്ട് സെറ്റാക്കടാ ആദ്യം. പക്ഷേ കണക്ക് ഇത്രയും പോരെ. ഇണങ്ങി. ഓ, ഇതിനെ മറ്റേ ലീഡ് വേണം കേട്ടോ. പക്ഷെ അത് നമ്മുടെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ആദ്യം കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് വേണം മറ്റേ. അയ്യോ, എന്താണ് കേൾക്കുമ്പോൾ ബ്രോ ഫോളോ മീ. ഈ വഴിയോ ചിലപ്പോൾ വള്ളി ഇവിടെ നിന്ന് വിട്ടു പോകും. പാടാ മോനെ, എന്നെ കൊണ്ടുപോയിട്ടാണെങ്കിൽ നമുക്ക് ശബ്ദം കേൾക്കുമ്പോൾ പുറകിലുണ്ടെങ്കിൽ പിടിക്കണ്ട. ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചില്ലേ? ഞാൻ കുറേ ഫുഡ് തന്നില്ലേ? അപ്പോൾ മതി. വാ, നിനക്ക് ഇട്ടിട്ട് വേണം എനിക്ക് വേറെ സ്ഥലത്തൊക്കെ നിന്നെ കൊണ്ട് വേണം യാത്ര ചെയ്യിപ്പിക്കാൻ. അയ്യോ, വെള്ളമാണല്ലോ. അപ്പോൾ നമ്മൾ പാലം പണി അങ്ങനെ ചാടിക്കയറി പോകാറുണ്ട്. വേണ്ടെന്ന് വിചാരിച്ചു. വാ തൽക്കാലത്തേക്ക് എൻ്റെ വീട്ടിലിരുന്നു. യെസ്, വാ. ഓക്കെ, ഇവിടെ കെട്ടിയിടാം. അപ്പം പോയാല. യെസ് അല്ലേ? ഇങ്ങനെ നമുക്ക് വേണം കെട്ടിയിടാം. ഫുഡ് കഴിച്ചില്ല. ഇത്ര മന്നല്ലേ നീ? കഴിച്ചോ വേണ്ടേ? കഴിച്ചോടാ. കഴിച്ചോ. ഓക്കെ, വിശപ്പില്ലെന്ന് തോന്നുന്നു. അവൻ്റെ എഴുത്ത് കണ്ടോ? അവൻ നമ്മളെക്കാളും എഴുത്തുണ്ട് കേട്ടോ. എഴുത്താണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഗൈസ്, നമ്മുടെ വീഡിയോ ഒന്ന് കുതിരേനെ കൊണ്ടുപോകുന്ന വീഡിയോ ആയിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയി പോയെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും മൈൻഡ് ചെയ്ത് നമ്മുടെ അടിയിലൊക്കെ പോർട്ടലൊക്കെ തുറക്കണ സാധനം. പോർട്ടൽ തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ എൻ്റെ പേരൊക്കെ നമ്മൾ വഴിയിടും. ഗൈസ്, നമ്മുടെ പുറത്ത് സോംബി വന്നു കേട്ടോ.
അതൊന്നും വിഷയമില്ല, നമുക്ക് പോയി ഇറങ്ങണം. ഇപ്പോൾ ഇറങ്ങിക്കോടാ, ബൈ, ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വെളിച്ചത്തൊക്കെ ഇവിടെയൊക്കെ ഒരു സോംബി ഉണ്ട് കേട്ടോ. അവൻ പൊളിച്ച് വരുവേ. ഇവിടെ പോയേക്കല്ലടാ, പുറത്ത് സോംബിയൊക്കെ ഉണ്ട്. കുതിരകളെ സോംബി ഒന്നും പിടിക്കല്ലേ. ഇത് ഇവിടെയായിട്ടുണ്ട് കേട്ടോ അവന്മാര്. വയസ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ആണ്. ലൈക്ക് ചെറിയ മെസ്സേജ് സപ്പോർട്ട് പാർട്ട് 1 കാണാത്ത ഉറപ്പാടുമ്പോൾ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുക. അങ്ങനെ ശ്രമിക്കുക മാക്സിമം. പാർട്ട് 3 ഉറപ്പായിട്ടും വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഗെയിമിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ പോണത്. ഇനി നമ്മൾ ഉറപ്പായിട്ടും അടിയിൽ മൈൻഡ് ചെയ്ത് അടിയിലൊക്കെ പോയിട്ട് പിന്നെ റിസോഴ്സും കാര്യങ്ങളൊക്കെ തപ്പി എടുക്കണം. പിന്നെ നമ്മൾ പോർട്ടൽ വർക്കുള്ള സാധനം തപ്പി എടുക്കണം. പിന്നെ നമ്മുടെ ആർമർ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും നമ്മൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണതായിരിക്കും. അപ്പോൾ വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.